ശിവ ഏതൊരാളുടെ ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ശിവമന്ത്രം ഞാനീ പറയുന്ന രീതിയിൽ ആരുരുവിട്ടാലും ആഗ്രഹിക്കുന്നതെല്ലാം ശിവഭഗവാൻ അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ മുന്നിലേക്ക് എത്തിക്കും എന്ന് വെച്ചാൽ അവരുടെ കൈകളിലേക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ശിവഭഗവാൻ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് ഇത് ഇടാൻ കാര്യം, ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാര്യം, വാട്സപ്പിനകത്തൊരു മെസ്സേജ് വന്നു. അപ്പം ഞാൻ തന്നെ ഈ ഒരു ശിവവിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത ചെയ്ത ആൾക്ക് സാമ്പത്തികമായി ഒരു നല്ല തുക, ഞാൻ എമൗണ്ട് പറയുന്നില്ല, കിട്ടി എന്ന് വെച്ചാൽ കിട്ടാനുള്ളതായിരിക്കും, സാമാന്യം നല്ല തുകയാണ്. അപ്പം അതവർ ഞാനീ പറഞ്ഞ ശിവമന്ത്രം ജപിച്ചാണ് ഞാൻ ആ പറഞ്ഞ രീതിയിൽ. അപ്പോൾ അത് വലിയ സന്തോഷം. അപ്പോൾ അതെല്ലാവർക്കും കൂടെ ഒരു ഉപകാരമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഇന്ന് വേറൊരു വിഷയം പറയാനിരുന്നതാണ്. ഒന്നുകിൽ അടുക്കളയിലെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീട്ടമ്മമാർ, അല്ലെങ്കിൽ കിട്ടാക്കടം കിട്ടാനുള്ള വേറൊരു കാര്യം. ഇത് രണ്ടിലേതെങ്കിലും ഒരു വിഷയം പറയണമെന്നാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു വാട്സപ്പിൽ മെസ്സേജ് കണ്ടു. അപ്പോൾ ആ ശിവമന്ത്രം നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. സാമ്പത്തികം നല്ലതായിട്ട് വരുന്നുണ്ട്, വലിയൊരു സാമ്പത്തികം അവരിലേക്ക് വന്നു ചേർന്നു. ഈ വിദ്യ ഞാൻ ചെയ്ത ആൾക്ക് ഒരു മെസ്സേജ് വാട്സപ്പ് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ച ആ നിലയിലാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരെയും ശുഭഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ വാഹനാപകടങ്ങൾ, നമ്മൾ വാഹനാപകടങ്ങൾ രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ചാലും എതിരെ വരുന്നവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഉണ്ടാകാം. എങ്ങനെയാണേലും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മുരുകൻ്റെ ഒരു രഹസ്യ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട് അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. അതീവ രഹസ്യമായൊരു മന്ത്രമാണ്. അപ്പം അതിൻ്റെ ആ മന്ത്രവും അതിൻ്റെ പ്രയോഗവും എല്ലാം അതൊക്കെ ഏതൊക്കെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എന്നതുൾപ്പെടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അത് ചിലപ്പോൾ അവസാനമൊക്കെ ആയിട്ടായിരിക്കും പറയുന്നത്, അത് നിങ്ങൾ മിസ് ചെയ്യരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ പറയുന്ന ഒരു ശിവമന്ത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. ഞാനീ പറയുന്ന വരി തന്നെ ആ അമ്മ പറഞ്ഞതാണ്. സാറേ, ഞാൻ ഈ പറഞ്ഞ രീതി, സാറ് പറഞ്ഞ രീതി മന്ത്രം ജപിച്ച്, ശിവമന്ത്രം ജപിച്ചു, ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ കൺമുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ വാചകം തന്നെ ഞാൻ ഈ ക്യാപ്ഷനായിട്ട് പറയുന്നത്. ഇതൊരമ്മ ഇന്ന് വാട്സപ്പിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. അവർക്കൊരു വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി, അത് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഒരു വലിയ സന്തോഷം. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാം. ഇതുകൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. ഈ പറയുന്ന ശിവമന്ത്രം ഇത് ഞാനല്ലാതെ ഈ ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. ഇനിയും പറയുമെന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇത് സാക്ഷാൽ ശിവനിൽ നിന്ന് വരുന്ന വിദ്യ തന്നെയാണ്. ഞാനൊരു ശിവയോഗിയാണ്. അപ്പോൾ അത് വേറെ ആരും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പരമേശ്വരൻ്റെ പാദങ്ങൾ തൊട്ട് മനസ്സുകൊണ്ടെങ്കിൽ ഒന്ന് സ്മരിക്കുക, ഭഗവാനെ നന്ദി. ഇത് തപസ്സിരുന്നാൽ കിട്ടാത്ത കാര്യമാണ് പറയുന്നത്, ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത കാര്യമാണ് പറയുന്നത്. എത്ര വർഷങ്ങൾ, എത്ര ജന്മങ്ങൾ ഗുരുവിൻ്റെ പുറകെ നടന്നാൽ ചിലപ്പോൾ കിട്ടാത്ത കാര്യം പറഞ്ഞുതരാൻ പോകുന്നത്. ഇതെല്ലാം പരമേശ്വരൻ്റെ, എനിക്കിത് പറയാൻ തോന്നുന്നത് അല്ലെ പറയാൻ പറ്റുന്നത് പരമേശ്വരൻ്റെ അനുഗ്രഹം, ഭഗവാന്റെ പാദങ്ങൾ. ഇത് കണ്ടോ, പാദങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് മനസ്സുകൊണ്ട് തൊട്ട് തൊഴുക. എനിക്ക് വേറൊന്നും പറയാനില്ല. എൻ്റെ അകവും പുറവും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ വിദ്യ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഭഗവാന്റെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, അമ്മ പാർവതീദേവിയെ സ്മരിച്ചുകൊണ്ട്, മഹാഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വിദ്യ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ, ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാനൊന്നും പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, ഫ്രീ ആകുന്നതനുസരിച്ച്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല മന്ത്രങ്ങളും, ഞാൻ ശരനൂൽ രഹസ്യങ്ങൾ, ഞാൻ പറഞ്ഞ ശരനൂൽ രഹസ്യം ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള
ആ കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ്. ആവശ്യമുണ്ട് ചെയ്യുക. പിന്നെ ഭാഗ്യസംഖ്യം, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ ദേവത, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരാളുടെ ഉയർച്ചയ്ക്ക് എന്തൊക്കെ വേണോ അതൊക്കെ, വിളിക്കേണ്ട ദേവൻ ദേവത, എവറിത്തിങ്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഒരു തവണ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആവർത്തിക്കേണ്ടി വരും ചിലപ്പോൾ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. എല്ലാം നല്ല കാര്യങ്ങളാണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യം. പിന്നെ സ്വയം വീട്ടിൽ നിന്ന് വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകളും എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക. ഫ്രീ ആവുന്നതനുസരിച്ചായിരിക്കും റിപ്ലൈ തരുന്നത്, മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. ധൃതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധൃതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ പിന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. മുൻഗണനാക്രമത്തിൽ ഡേറ്റ് കൊടുക്കുക, ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ് സാഹചര്യം പറഞ്ഞത്. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ട് സാഹചര്യം പറഞ്ഞുള്ളൂ. ഇതെല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, ആ നിലയിലാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഭഗവാനെ ഒന്ന് കണ്ടോ നിങ്ങൾ? ശിവഭഗവാനെ ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവ വിശദമായിട്ട് പറഞ്ഞുതരാം. ശിവ ഇനി ഞാൻ പറയാൻ പോകുന്നത് അതീവ രഹസ്യമായ, അതീവ നിഗൂഢമായ, ജന്മജന്മാന്തരങ്ങളെ തപസ്സിരുന്നാൽ കിട്ടാത്ത ഒരു ആത്മാവിൻ്റെ സബലീകൃത എല്ലാ പുണ്യങ്ങളും സഫലമാകുന്ന ഒരു നിമിഷമാണ് ഞാൻ ഈ വിദ്യ പറഞ്ഞു തരുന്നത്. നിങ്ങളത് കേട്ട് ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജന്മം ധന്യമാകുകയാണ്. നിങ്ങൾ പുണ്യാത്മാക്കളാണ്. ആരിത് കണ്ടാലും, ആരിത് ചെയ്താലും. അങ്ങനെയുള്ളവർക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഷെയർ ചെയ്യേണ്ട, ആവശ്യമുള്ളവർ കണ്ടെത്തി ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കാണാൻ പറ്റില്ല, അല്ലാത്തവർ കാണണ്ട. കാരണം കണ്ടിട്ട് കാര്യമില്ല. പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവൻ അതും ഇതൊക്കെ പോയി കണ്ട അതിൻ്റെ പുറകെ നടന്ന് ജീവിതം, അതൊക്കെ അങ്ങനെ പോട്ടെ. അതൊക്കെ അങ്ങനെ പോകാനുള്ളവരായിരിക്കും. കർമ്മദോഷം കാണും. പുണ്യാത്മാക്കളെ ഇത് കണ്ടിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള എല്ലാവരും കാണും. ഞാനീ പറയുന്നത് എൻ്റെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഭഗവാൻ എനിക്ക് ആ സ്വപ്നദർശനത്തിൽ നൽകിയ അരുളപ്പാട് പ്രകാരമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയണം, അത് കേൾക്കാൻ ആളുണ്ട് എന്ന് ഭഗവാന്റെ അരുളപ്പാട് സ്വപ്നദർശനമായിട്ടുണ്ടായ ശേഷമാണ് ഞാൻ ഈ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഞാനൊരു ശിവയോഗിയാണ്, ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ശിവവിദ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന അവരിവരും വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. സത്യമായ ആ ശിവപരമ്പരയിൽ നിന്ന് വന്ന ആ മഹാസിദ്ധന്മാർ ചെയ്തിരുന്ന സത്യവിദ്യയാണ് ചെയ്യുന്നത്. അതുതന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞിരുന്നത് സത്യമായ കാര്യമായിരുന്നു. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന കാര്യമോ 1 മാസം 2 മാസം എവിടെയെങ്കിലും ഗുരുക്കന്മാരെ പോയി കീഴിൽ പോയി എന്ന് പഠിച്ചിട്ട് അങ്ങനെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇതെല്ലാം ഞാൻ യഥാവിധി എനിക്ക് ഗുരുവിൽ നിന്ന് കിട്ടി, ആ ഭഗവാന്റെ അനുഭവം ഉണ്ടായ ശേഷമാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് യാതൊരു കാര്യമില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ നിർവൃതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തായാലും കൊള്ളാം. ഭഗവാനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ ഒരു ശിവലിംഗം നിങ്ങളുടെ ഇടത് കൈയിൽ ധ്യാനിക്കുക. കണ്ടല്ലോ, ഇടത് കൈയിൽ നിങ്ങൾ മേടിച്ച് ഇതുപോലെ ശിവലിംഗം കൈ വെക്കുകയൊന്നും വേണ്ട. സാധാരണക്കാർ ശിവലിംഗം വീട്ടിൽ വയ്ക്കുകയോ നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ശിവലിംഗമൊക്കെ കയ്യിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അർഹത വേണം. ഇപ്പം ഞാൻ എൻ്റെ ഇവിടെ മുഴുവൻ ശിവൻ്റെ കാര്യങ്ങൾ, ശിവലിംഗവും എല്ലാമാണ്. കാരണം എൻ്റെ അകവും പുറവും ഞാൻ ചെയ്യുന്ന ശാസ്ത്രവിദ്യ ശിവൻ്റെയാണ്. ഞാൻ ആ ശിവപരമ്പരയിൽപ്പെട്ട ഒരു ആൾ തന്നെയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ജ്ഞാനങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങനെ വന്ന് ജനിച്ചു, ഇനി ജനിക്കത്തുമില്ല എന്നൊരു ആ ശിവനിൽ വിചാരിച്ചൊരു തീരുമാനവും ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ജന്മത്തിലേക്ക് വരാതെ അങ്ങനെയുള്ള ചില വിദ്യകളും ഉണ്ട്. പോട്ടെ, ഏതായാലും ഈ ജന്മം അത് ഇതുപോലെയുള്ള ജ്ഞാനം പറഞ്ഞു തരാൻ വേണ്ടി ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് നിങ്ങൾക്ക് ജ്ഞാനം പറഞ്ഞു തരുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ശിവലിംഗം മേടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. വീട്ടിലും വയ്ക്കരുത്, അത് പാടില്ല. അതിനൊക്കെ ഓരോ വിധിയുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് അതിനുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ശിവലിംഗം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. നിങ്ങളുടെ ഇടത് കൈയിൽ ശിവലിംഗം സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു ശിവലിംഗം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉള്ളോട്ട് ഇങ്ങനെ കാണിച്ചു തരുന്ന സങ്കല്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൻ്റെ അവിടെ ആയിട്ട് ഏകദേശം ഇതിങ്ങനെ താഴ്ത്തി പിടിക്കണം. എന്നിട്ട് നിങ്ങൾ ശ്വാസം
ഈ ശിവലിംഗത്തെ നിന്ന് ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വലിയ വിദ്യ പറഞ്ഞു തരുന്നത് കേട്ടോ, ചെറിയ കളിയൊന്നുമില്ലത്, നല്ല കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്നുണ്ടാകുന്ന കാര്യം ഭഗവാനെ അറിയുന്ന വിദ്യയാണ്. അപ്പോൾ ഈ സങ്കല്പിക്കുക, ഇടത് കയ്യിൽ ഒരു ശിവലിംഗം ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ശിവലിംഗത്തിൽ നിന്ന് നിങ്ങൾ ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് ശ്വാസം എടുക്കുക. നിങ്ങൾ ശ്വാസം എടുക്കണം. ശ്വാസം പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമില്ല, എടുക്കുക വിടുക. അപ്പോൾ ശിവലിംഗത്തിൽ നിന്ന് ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് കണ്ണ് തുറന്ന് നമഃശിവായ എന്ന് മനസ്സ് ജപിച്ചുകൊണ്ട് ഈ ശിവലിംഗത്തിൽ നിന്ന് ശ്വാസം എടുക്കുന്നതായിട്ട് വിചാരിക്കുക. എന്നിട്ട് ഈ ശ്വാസം ശിവലിംഗത്തിലേക്ക്, നിങ്ങൾ വിടുന്ന ശ്വാസം ശിവലിംഗത്തിൽ ചെന്ന് തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോഴും നമഃശിവായ എന്ന് മനസ്സിൽ ജപിക്കുക. ഇങ്ങനെ ഒരു 3 തവണ ചെയ്യുക. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണുകളുടെ ദൃഷ്ടി, 2 കണ്ണുകളും ഏകാഗ്രമായിട്ട് ഇത് കണ്ടോ. അപ്പോൾ ഏകാഗ്രമായിട്ട് ഇങ്ങനെ ഈ മൂക്കിൻ്റെ താഴെ വരത്തക്ക രീതി, ഇങ്ങനെ ഇപ്പോൾ ഈ മൂക്കിൽ നിന്നല്ലേ, അപ്പോൾ മൂക്കിൻ്റെ താഴെ വരത്തക്ക രീതി ഈ ശിവലിംഗം ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഈ 2 കണ്ണുകളുടെ ദൃഷ്ടി ഏകാഗ്രമായി ശിവലിംഗത്തിൽ പതിക്കുമ്പം ഈ ആജ്ഞ വർക്കൗട്ടാവും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്, ഇത് വലിയ ജ്ഞാനമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ ജ്ഞാനമാണ്, വലിയ അറിവാണ്. അപ്പം ഞാനിങ്ങനെ മൂക്കിൻ്റെ ഇങ്ങനെ താഴെയായിട്ട് നെഞ്ചിൻ്റെ അവിടെ പിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇച്ചിരി പൊക്കി പിടിച്ചിരിക്കുന്നത്, നിങ്ങൾ നെഞ്ചിൻ്റെ അവിടെ ആയിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ ശ്വാസം ശിവലിംഗത്തിൽ നിന്ന് ഞാൻ എടുക്കുന്നതായിട്ട്, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതായിട്ട് വിചാരിക്കുക, ശ്വാസം എടുക്കണം. അല്ല, സങ്കല്പം എന്ന് പറഞ്ഞാൽ ചുമ്മാ സങ്കല്പിച്ചിരിക്കുമല്ലോ, ശ്വാസം എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതായിട്ട് വിചാരിക്കുക. അപ്പം നമഃശിവായ എന്ന് മനസ്സ് ജപിക്കുക. ശ്വാസം വിടുന്നു. അപ്പം ശ്വാസം വന്ന് ഇവിടെ വന്ന് ശിവലിംഗത്തെ വന്ന് തട്ടുന്നു. അപ്പോഴും നമഃശിവായ എന്ന് ജപിച്ച് വിടുന്നു. ഇതൊരു 3 അല്ലെങ്കിൽ 5 പ്രാവശ്യം ചെയ്യുക. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യണം. ഇത് ഞാൻ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ സങ്കല്പിച്ച് ചെയ്താൽ മതി. ഇതാരും ഒരാളും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണമെങ്കിൽ ഇത് അറിയണമെങ്കിൽ തമ്പുരാൻ്റെ അനുഗ്രഹം മണാടെ ശിവഭഗവാന്റെ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന വിദ്യകളാണ്. എന്നുവെച്ചാൽ നിങ്ങൾ കേട്ടാൽ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ശിവവിദ്യകളുണ്ട്. ഈ പലരും അവിടെ ഇവിടെയൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. ഇതൊന്നും അല്ല. നിങ്ങൾ പ്രാണായാമം പോലും പഠിപ്പിക്കുന്ന പലതും തെറ്റായിട്ടാണ്. ഇങ്ങനൊന്നും അല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് പക്ഷേ ഞാൻ ആരെ തിരുത്താനും പോകത്തില്ല. ആവശ്യമുള്ളവർ കണ്ടെത്തിക്കോളും. പലതും മനസ്സിലാക്കി വെക്കുന്ന മുഴുവൻ തെറ്റായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകാത്തത്. അപ്പം ഞാൻ ശിവനെ ലയിച്ചിരിക്കുന്നത് ഞാൻ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാം തെറ്റാണെന്നല്ല അർത്ഥം. നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പലരും പറയുന്ന കേട്ടിരിക്കുന്നതെല്ലാം ഇതേക്കുറിച്ച് ഓരോ അടിസ്ഥാനം അറിയാത്തവർ ശിവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ പല വിദ്യകളും എത്ര കൊല്ലം ഇരുന്ന് ജപിച്ചാലും എത്ര കൊല്ലം ഇരുന്ന് പ്രാണായാമം ചെയ്താലും പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിലായോ? നമുക്കുള്ളിൽ ഒരു ജ്ഞാനോദയം പോലും ഉണ്ടാകണമെന്നില്ല. ഇതുപോലെയുള്ള സത്യസന്ധമായ വിദ്യകളാണ് അറിയേണ്ടത്, ഭഗവാനെ അറിയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഓം ഇല്ല കേട്ടോ, ഓം ചേർക്കാതെ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നമഃശിവായ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ചെറുശ്വാസം, നമ്മൾ ചെറുശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ആ ചെറുശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ നമഃശിവായ എന്നും വിടുമ്പം നമഃശിവായ എന്നും മനസ്സിൽ ജപിക്കുക. അപ്പം നിങ്ങൾ സ്വാഭാവികമായ, ഇങ്ങനെ നിങ്ങൾ ബലമായിട്ടൊന്നും ചെയ്യണ്ട, സ്വാഭാവികമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമല്ലോ, അതിനോടൊപ്പം ജപിച്ചാൽ മതി. നമഃശിവായ എടുക്കുമ്പോഴും വിടുമ്പോഴും നമഃശിവായ, ഇവിടെ ഒന്ന് വിടുമ്പോഴും നമഃശിവായ എന്ന്. ഇവിടെ ഓം ചേർക്കണ്ട, ഇവിടെ ഒന്നും ബലം പിടിക്കുന്നുമില്ല. സ്വാഭാവികമാകട്ടല്ല, ഇവിടെ ഒന്നും ബലം പിടിച്ചൊരു പരിപാടിയില്ല. മനസ്സിലാവും? നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി, സ്വാഭാവികമായിട്ട് ചെയ്യുക. അങ്ങനെ ഒരു 3 തവണ അല്ലെങ്കിൽ 5 തവണ നമഃശിവായ 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 ചെറുശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. മനസ്സിൽ ജപിച്ചാൽ മതി. കണ്ണ് തുറന്നു കണ്ണടച്ചും ഒക്കെ ചെയ്യാം. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഈ ശിവലിംഗത്തിൻ്റെ കണ്ണ് തുറന്ന് തന്നെ ചെയ്യണം. ഇത് കണ്ണ് തുറന്നും ചെയ്യാം. ഇപ്പം പറയുന്ന ഈ നമഃശിവായ ജപിക്കുന്ന കണ്ണടച്ചോ കണ്ണ് തുറന്നോ ചെയ്യാം. അതിൻ്റെ അത് കുഴപ്പമില്ല. ശിവലിംഗം ചെയ്യുന്ന കണ്ണ് തുറന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് കണ്ണ് തുറന്ന് ചെയ്യാം.
അപ്പോൾ നമശിവായ എന്നൊരു 5 പ്രാവശ്യം മനസ്സുകൊണ്ട് ജപിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തു, ചെറുശ്വാസം. അതിനുശേഷം ദീർഘശ്വാസം എടുക്കുക. അത് നമ്മൾ മനഃപൂർവ്വം ദീർഘമായിട്ട് എടുത്ത് നമശിവായ എന്ന് ജപിച്ച് നമശിവായ എന്ന് വിടുക. 3 തവണ ചെയ്യുക. ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വിടുന്നതിനെയാണ് ഒരു ശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ 3 ശ്വാസം ചെയ്യുക, ദീർഘശ്വാസം. വീണ്ടും ചെറുശ്വാസം ഒരു 5 തവണ നമശിവായ എന്ന് എടുക്കുക, നമശിവായ എന്ന് വിടുക, നമശിവായ എന്ന് എടുക്കുക, നമശിവായ എന്ന് വിടുക. മനസ്സുകൊണ്ട് നമശിവായ എന്ന് എടുക്കുക, നമശിവായ എന്ന് വിടുക, നമശിവായ എന്ന് എടുക്കുക, നമശിവായ എന്ന് വിടുക, മനസ്സിൽ ജപിച്ചുകൊണ്ട്. ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക. ഇതിനോളം വലിയൊരു വിദ്യയില്ല. ഭഗവാൻ ഇതിനോളം വലിയൊരു ഇത് ഏറ്റവും സൂക്ഷ്മ വിദ്യയെ പറഞ്ഞു തരുന്നത്. ഭഗവാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സാധിച്ചു തരും, സർവ്വ ആഗ്രഹങ്ങളും. പക്ഷെ സത്യസന്ധമായിരിക്കണം, ഭഗവാനിൽ വിശ്വസിക്കണം, അല്ലെ ഒരു ഫലവും കിട്ടത്തില്ല. ഭഗവാനിൽ വിശ്വാസത്തോടെ സത്യസന്ധമായി ശുദ്ധമായ മനസ്സോട് ചെയ്താൽ, ഇത് ചെയ്താണ് ഞാനീ പറഞ്ഞ ഒരമ്മയ്ക്ക് വലിയൊരു തുക ലാഭം, സാമ്പത്തിക ലാഭം ഉണ്ടായി. അവർക്ക് കിട്ടാനുള്ള പൈസയോ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു, ഏതായാലും ബ്ലോക്കായ പൈസയോ അങ്ങനെ കണ്ട എനിക്കറിയില്ല. പൈസ കിട്ടിയെന്ന് പറഞ്ഞൊരു നല്ല തുകയാണ്. അപ്പോൾ അത് കിട്ടിയത് വേറെ പലർക്കും ഈ ഇത് വിദ്യയിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ഇത് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഗൾഫിലിരിക്കുന്ന ഒരാൾ അവിടെ ഒരു കേസിൽ പെട്ടുപോയെങ്കിൽ അവരെ നാട്ടിലെത്തിക്കാൻ പറ്റും. അനുഭവമാണ്, വിശ്വാസത്തോടെ ചെയ്യണം. പിന്നെ നിങ്ങളെ എല്ലാ കാര്യം ഭഗവാൻ സാധിച്ചു വരും, എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് ചെയ്തിട്ട് നിങ്ങൾ സ്വർണ്ണലക്ഷ്മി മന്ത്രം കൂടെ ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം രാവിലെ നിങ്ങളിത് ചെയ്തു. ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഇതൊരു 5 സ്വർണ്ണലക്ഷ്മി മന്ത്രം നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ ഇത് 5:30 മുമ്പ് ചെയ്യണം. ഇത്രയും, കാരണം 5:30 സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കേണ്ടത്. 5:30 കയ്യും കാലും മുഖം, കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കയ്യും കാലും മുഖം നനച്ചിട്ട് ഒരു പുൽപ്പായിൽ കിഴക്കോട്ടിരുന്ന്, അല്ലെങ്കിൽ ഒരു കസേര ഇട്ട് കിഴക്കോട്ടിരുന്ന്, ചിലർക്ക് താഴെ ഇരിക്കാൻ വയ്യാത്തൊരു കസേര ഇട്ടിരുന്ന് താഴെ കാലിലവിടെ പുൽപ്പായ ഇട്ടാലും മതി. എന്നിട്ട് കസേര ഇരിക്കുന്നവർ പുൽപ്പായ കാല് വെച്ചാൽ മതി. ഇനി പുൽപ്പായ താഴെ ഇരിക്കാൻ പറ്റുന്നവർ പുൽപ്പായ ഇരിക്കുക. കിഴക്കോട്ടിരുന്ന് നാമ ശിവായ 3 തവണ ജപിക്കുക. നാമ ശിവായ, നാമ ശിവായ, നാമ ശിവായ. അതിനുശേഷം നമശിവായ, നമശിവായ, നമശിവായ 3 തവണ ജപിക്കുക. അതിനുശേഷം ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട്, സ്വരണ എന്ന് പറയുള്ളൂ, സ്വർണ്ണ എന്ന് പറയരുത്, 3 തവണ ജപിക്കുക. ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ താഴെ സ്വർണ്ണലക്ഷ്മി മന്ത്രം മാത്രം എഴുതിയിടാം. അതെല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും. എങ്കിലും ചിലർ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എഴുതിയിട്ടേക്കാം, നിങ്ങൾ അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക. അപ്പോൾ സ്വർണ്ണലക്ഷ്മി മന്ത്രം 3 തവണ ജപിക്കുക. വീണ്ടും നമ ശിവായ ജപിക്കുക 3 തവണ. വീണ്ടും നമശിവായ 3 തവണ ജപിക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കൈയും കാലും മുഖം ഒന്നുകൂടെ നനച്ചിട്ട് കൈ തുടച്ചിട്ട് പണം കയ്യിൽ പിടിച്ചു സ്വർണ്ണലക്ഷ്മി വിദ്യ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ നമശിവായ എന്നുള്ള ശാസ്ത്രവിദ്യ ഇടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കും. വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ജോലിക്കടയിൽ ഒന്നും ചെയ്യണ്ട. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ നമശിവായയുടെ ശാസ്ത്രവിദ്യ ചെയ്തോ. ഒരു ദിവസം ചെയ്തുകൊണ്ടെന്നല്ല, ഇത് പല ദിവസം ആകുമ്പോൾ, പല തവണ ആകുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ഭഗവാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതിൽ പരം വലിയൊരു അറിവില്ല, ഇതിൽ പരം വലിയൊരു ജ്ഞാനമില്ല, ഇതിൽ പരം വലിയൊരു വലിയ വിദ്യ തന്നെയാണ്. കാരണം ഇത് പ്രാണനെ ചേർത്തുള്ള വിദ്യ. ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൽ ഒരു ആ ചൈതന്യം പ്രാണനുണ്ട്. ശ്വാസം മുഴുവൻ പ്രാണനല്ലെങ്കിലും ശ്വാസത്തിൽ പ്രാണനുണ്ട്. ആ പ്രാണനെ ചേർത്തുള്ള വിദ്യയാണ്. ഇവിടെ നമ്മൾ ശ്വാസം എടുത്തിട്ട് പിടിച്ചു വെക്കുന്നില്ല. ഈ ശ്വാസം എടുത്തിട്ട് പിടിച്ചു വെക്കുന്ന പല വിദ്യകളിലും അത് പ്രാണായാമം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത്. ആ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ കുറേ ശ്വാസം പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി കിട്ടുമായിരിക്കും. പക്ഷെ ശരിക്കുമുള്ള ശിവയോഗത്തിലെ പ്രാണായാമം അത് വേറെ രീതിയൊക്കെയാണ്. അത് ബലമായിട്ട് ശ്വാസം പിടിച്ചു വെക്കുകയൊന്നുമല്ല, ശ്വാസത്തെ ക്രമീകരിക്കുകയാണ്. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസത്തെ ക്രമീകരിക്കലാണ്. അതാണ് ശിവയോഗം. അത് ഗുരുവിൻ്റെ തന്നെ പഠിക്കണം. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ചെയ്യുക. ഇത് പറഞ്ഞ എന്തിനാ? നിങ്ങൾക്കിപ്പോൾ ഒരു സാമ്പത്തികമായ തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കൊരു തൊഴിൽ ഉയർച്ച ഉണ്ടാകണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഗൾഫിൽ ഒരാൾ കേസിൽ പെട്ട ആ വ്യക്തി അവരിവിടെ എത്തിച്ചിട്ടുണ്ട് ഈ വിദ്യ ചെയ്ത് 2 തവണ 2 പേര് ചെയ്യും. പിന്നെ വേറൊരാൾ സാമ്പത്തികമായ ലാഭം ഉണ്ടായി, 50,000 രൂപ അവർക്ക് കിട്ടി. അപ്പോൾ അത് ഈ വിദ്യ ചെയ്തതാണ്. ഇത് സ്വർണ്ണലക്ഷ്മി മന്ത്രം കൂടെ നമശിവായ ഇങ്ങനെ ചെയ്തിട്ട് സ്വർണ്ണലക്ഷ്മി മന്ത്രത്തിന് വിദ്യ കൂടെ ചെയ്തു. ഇതെല്ലാം അനുഭവങ്ങളാണ്. ഏതു കാര്യം നേടിയെടുക്കാം. മാത്രമല്ല, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള വ്യക്തിയായിരിക്കും ഈ ശിവവിദ്യ ശാസ്ത്രവിദ്യ ചെയ്യുന്നിടത്തോളം
കാലം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ്റെയും കാര്യമില്ല, ഒരു 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 ഒന്നിൻ്റെ കാര്യമില്ല. ഈ ഒരൊറ്റ വിദ്യ തന്നെ നിങ്ങൾ ഏറ്റവും സന്തോഷവാനായിരിക്കും, ഏറ്റവും സമ്പന്നനായിരിക്കും. അതുപോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു വരും. പിന്നെ അറിവിന് വേണ്ടി മറ്റുള്ള വിദ്യകൾ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഈ ഒരു വിദ്യ ചെയ്താൽ തന്നെ എല്ലാം നിങ്ങളിലേക്ക് വരും. ഇത് ഭഗവാൻ തന്നെയാണ്, ഞാനീ പറഞ്ഞു തരുന്നത് ഭഗവാനെ തന്നെയാണ്, വേറെ ആരെയല്ല. കാരണം എൻ്റെ അകവും പുറവും ഭഗവാനേ ഉള്ളൂ. ഞാൻ ആ ഓരോ ഇതിലും ശാസ്ത്രത്തിലും ഭഗവാനെയാണ് ശാസ്ത്രവിദ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള റെഡിമെയ്ഡായിട്ട് കാശ് കൊടുത്തുന്ന വിദ്യയൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഒറിജിനൽ ശിവയോഗമാണ്. പറഞ്ഞാൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആരുടെയും എനിക്ക് പേരോ പ്രശസ്തിയോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. കാരണം ഞാൻ ചെയ്യുന്ന ഒറിജിനൽ ശിവയോഗം ആയതുകൊണ്ടാണ്. അതിനോടൊന്നും എനിക്ക് ആഗ്രഹമില്ല. ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ഏതൊരു കാര്യവും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ബാക്കി സമയം ഞാൻ മിക്കവാറും ധ്യാനത്തിലുമാണ്. അല്ലാതെ നിങ്ങളെല്ലാവരും എന്നെ കാണുമ്പോൾ എനിക്ക് വലിയ കെട്ടിടം പണിതുക, അല്ലെ നിങ്ങളെ കൊണ്ട് എപ്പോഴും എന്നെ കാണുമ്പോൾ ഞാൻ വലിയ ഗുരു കളിക്കുക, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ആരുമല്ല. എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടുക പോലും ചെയ്തില്ലേ എനിക്ക് സന്തോഷമുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഉള്ളിലുള്ള ഈ ശിവനെ ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം കൊണ്ടാണ്. ഉള്ളിൽ സന്തോഷമുള്ളവർക്ക് ആ സന്തോഷമുള്ളൂ. ചിദാനന്ദം ഉണ്ടാകണം, ചിദാനന്ദ ലഹരി ഉണ്ടാകണം. ചിദാനന്ദ രൂപം ശിവോഹമാണ്. ആ വിദ്യ ശരിയായ ശാസ്ത്രവിദ്യ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പേരിനോട് പ്രശസ്തിയോട് ഒക്കെ ആഗ്രഹം തോന്നും. നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ വലിയ ആളുകളുണ്ടെന്നറിയോ? നമ്മളൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരാൻ ആളുകളുണ്ട്, എല്ലാ കാര്യവും. പക്ഷെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല, ഒന്നും ആവശ്യപ്പെടാറില്ല. അതാണ് ശിവബോധം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ശിവബോധം. അല്ലെ എന്നെ കാണാൻ എപ്പോഴും എന്നെ എനിക്ക് കുറച്ച് ഗുരുവൊക്കെ കളിച്ച് കുറേ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട്, അതൊന്നുമല്ല. ആ ശരിയായ ജ്ഞാനമെന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയാണ്. പിന്നെ ഞാൻ പറയുന്ന എനിക്ക് ശിവഭഗവാൻ ഇതൊക്കെ നിങ്ങൾക്ക് ആ ജ്ഞാനം തരാൻ ഭഗവാന്റെ നിർദ്ദേശമുണ്ട്. ഭഗവാൻ എൻ്റെ ഉൾക്കണ്ണിൽ ആ ജ്ഞാനം തരുന്നു, അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിനൊരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പാട്ടിന് പോകും, ശിവനിലേക്ക് തന്നെ ലയിക്കും. അതുവരെയുള്ള ജ്ഞാനം പറച്ചിലൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ല ഇതൊന്നും ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജന്മജന്മാന്തര പുണ്യമാണ്. നിങ്ങളുടെ കൈ കൊണ്ട് ആർക്കെങ്കിലും ഇച്ചിരി ആഹാരമോ അന്നമോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ടായി ശിവനെക്കുറിച്ച് ഇങ്ങനെ അറിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക, ആവശ്യം പോലെ ചെയ്യുക. ഭഗവാനെ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളായിരിക്കും ഏറ്റവും സന്തോഷവാൻ. ചെയ്തു നോക്കിക്കൂ, എന്തോ സന്തോഷമാണ് ഉള്ളിൽ ഈ ശിവവിദ്യ ചെയ്യുക. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും പോകണ്ട. നിങ്ങൾ വേറെ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ സന്തോഷവാനായിരിക്കും. ആ സന്തോഷത്തെ ആർക്കും കെടുത്താനും പറ്റത്തില്ല. നമുക്ക് ആരെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം തരുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് പോകും. പിന്നെ വേറെ ഇഷ്ടമുള്ളൊരു കാര്യത്തിൻ്റെ പറയുക. നമ്മളൊരു സിനിമ കാണുന്നു, അത് കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് പോയി. നമ്മളൊരു ഡാൻസ് കാണുന്നു, ഒരു പാട്ട് കേൾക്കുന്നു, സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരും. പക്ഷേ നിങ്ങൾ ഈ ശാസ്ത്രവിദ്യ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നൊരു സന്തോഷം ആർക്കും കെടുത്താനും പറ്റത്തില്ല, ആര് വിചാരിച്ചാലും നഷ്ടപ്പെടുത്തുമില്ല. ആ സന്തോഷം എപ്പോഴും ഉള്ളിൽ കാണും. അതാണ് ചിദാനന്ദം. ചിത്തത്തിലുണ്ടാകുന്ന ഒരു ആനന്ദം. ചിദാനന്ദ രൂപം ശിവോഹം. ആ സത്യവിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതാരും പറഞ്ഞിടത്തില്ല, ഒരാളും പറഞ്ഞിടത്തില്ല. ശിവഭഗവാനിൽ തന്നെയുള്ള ഭഗവാനിൽ നിന്നുള്ളവർ തന്നെ ഒരുപാട് ഭൂമി വന്നു പോയിട്ടുണ്ട്. പക്ഷേ എന്നെപ്പോലെ ഒരാൾ ഇനിയും വരത്തുമില്ല. ഇതുപോലെ സത്യസന്ധമായിട്ട് ഇതുപോലെ ആളുകൾക്ക് നന്മ ഉണ്ടാവണമെന്ന രീതിയിൽ ശിവപരമ്പരയിലുള്ള ആരും നിങ്ങൾക്ക് ഇതുപോലെ ഇത്ര രഹസ്യങ്ങൾ ഇത്രയും പ്രാർത്ഥനയിൽ പറഞ്ഞു തരത്തില്ല. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. എല്ലാവർക്കും ഭഗവാനെ അറിയണമെന്നുള്ള ഒരു നിഷ്കളങ്കമായ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വാഹന അപകടങ്ങൾ എന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മന്ത്രമാണ്. അതായത് ഇപ്പം നമ്മൾ അപകടം ഉണ്ടാകുന്ന രണ്ട് രീതിയാണ്. ഒന്ന് നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകാം, രണ്ട് എതിരെ വരുന്നവൻ്റെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ എതിരെ വരുന്നവൻ്റെ അശ്രദ്ധയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അശ്രദ്ധ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈശ്വരനെ വിളിക്കുക എന്ന് വെച്ച് എല്ലാവർക്കും
അപകടം ഉണ്ടാകുമെന്ന് ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടാകും, അതിനുവേണ്ടി മാത്രമാണ് പറയുന്നത്. അതിനൊരു മന്ത്രമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ചില നക്ഷത്രക്കാർ ഒരു 8-9 ഏകദേശം 9 മാസത്തേക്ക് ചില നക്ഷത്രക്കാർ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ നക്ഷത്രക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിപ്പം ആ നക്ഷത്രക്കാർക്കെല്ലാം വാഹനം കൊണ്ട് അപകടം ഉണ്ടാകുമെന്നോ ആപത്തുണ്ടാകുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒരു തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. അല്ലാതെ ആ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും വാഹനം ശ്രദ്ധിക്കണമെന്നോ വാഹന അപകടം ഉണ്ടാകുമെന്നോ ഒന്നുമല്ല. ചിലർക്കെങ്കിലും ചിലപ്പം തട്ടോ മുട്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടാകാം. നിർബന്ധമില്ല, സാധ്യതകളാണ്. അപ്പം ആ ചെറിയ സാധ്യത പോലും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പം അശ്വതി, ഭരണി, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രം, മൂലം, പൂരാടം, അത്തം, ചിത്തിര ഈ നാളുകാർ ഒരു 9 മാസത്തേക്ക് അല്പം ശ്രദ്ധിക്കുക നല്ലതാണ്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും വാഹനം കൊണ്ട് ദോഷം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കുന്നതുകൊണ്ടും ഒരു ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ആദ്യം ചെയ്യണം വണ്ടിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഞാൻ ഇന്നും ഒരു മൂലംകാരനെ കണ്ടിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വാഹനത്തിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തപ്പോൾ വാഹനത്തിന് പ്രോബ്ലം ഉണ്ട്. അത് മതി. നമ്മുടെ ഒരു അശ്രദ്ധ മതി ചിലപ്പോൾ ഒരു അപകടം ഉണ്ടാകാൻ. ദോഷ സമയങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അതാണ് പ്രധാന ഒരു വിഷയം വരുന്നത്. അപ്പോൾ അദ്ദേഹം വണ്ടി നന്നാക്കാൻ പോവുക. ഇപ്പോൾ അതുകൊണ്ട് എന്താണ്, അദ്ദേഹം രക്ഷപ്പെടും, ചിലപ്പോൾ ഒരു കുടുംബം അതുകൊണ്ട് രക്ഷപ്പെടും അല്ലേ. ഒരു കുടുംബത്തിന് അത്താണിയായിരിക്കും ഒരാൾ. ആ നിലയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ എന്നും ഡെയിലി ചെക്ക് ചെയ്യണം. ടയറ്, എൻജിന്, ബ്രേക്ക് എന്ന് വേണ്ട, വണ്ടിയുടെ എല്ലാ കണ്ടീഷനും വണ്ടിയുടെ കണ്ടീഷൻ ഡെയിലി ചെക്ക് ചെയ്യുക. 2, നമ്മൾ ഓവർ സ്പീഡ്, റോങ് ഓവർടേക്കിങ്, ധൃതി വെച്ചുള്ള പോക്ക് ഇതൊക്കെ ഒഴിവാക്കണം. ദോഷ സമയങ്ങളിൽ അല്പം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. രാത്രി സമയങ്ങളിൽ ക്ഷീണം ഉണ്ടെങ്കിൽ വണ്ടി ഇരുന്ന് ഉറങ്ങുകയൊന്നും ചെയ്യരുത്. ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ ആ മുഖമൊക്കെ കഴുകി ഉണർവോടുകൂടി വാഹനം ഓടിക്കണം. ഈ ദോഷ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. പിന്നെ ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ ഒരു മന്ത്രം പറഞ്ഞു, അത് ജപിച്ചവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ട്രെയിൻ അപകടത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതാണ്? ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ, ഓം നമോ നാരായണായ 3 തവണ. അതും ജപിക്കുന്നവർക്ക് ജപിക്കാം. ഇനി ഞാൻ മുരുകൻ്റെ വേറൊരു മന്ത്രം കൂടെ പറയുകയാണ്. ഇതും ജപിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ജപിക്കാം. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ. ഇത് വേണം ഞാൻ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതിയിട്ടേക്കാം. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ എന്ന് വെച്ചാൽ വേൽ വേൽ വെട്രി വേൽ. വെട്രി എന്ന് വെച്ചാൽ വിജയം പറയാമല്ലോ. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി, എനിക്ക് ചുറ്റും എന്നെ സുറ്റി കാക്കും, സംരക്ഷിക്കും സുബ്രഹ്മണ്യ വേൽ. അത്രയേ ഉള്ളൂ. ഭഗവാന്റെ വേൽ എന്ന് പറഞ്ഞാൽ അത് പാർവതീദേവി കൊടുത്തതാണ്. അതിനപ്പുറത്തൊരു ശക്തിയില്ല. അത് നമുക്ക് സംരക്ഷണമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എതിരെ ഒരു പ്രാന്തൻ പോലും നിയന്ത്രണം ഇല്ലാതെ വന്നാൽ പോലും അവൻ തിരിച്ചു പോകും. ഏതാപത്തും തിരിച്ചു പോകും. നമ്മൾ ഒരു ഉപദ്രവങ്ങളും ആരെങ്കിലും ഉണ്ടാകത്തില്ല. വാഹനാപകടങ്ങളും ഒക്കെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഒരു അത്ഭുതകരമായ മന്ത്രമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങളത് ആവശ്യം പോലെ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് നാൾ മുമ്പ് ഒരു പെൺകുട്ടി എപ്പോഴും ഞാനിവിടെ നിൽക്കുമ്പോൾ താഴെ കൂടെ ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. എപ്പോഴും ഫോണിലാണ്. അപ്പം ഞാൻ അതിൻ്റെ അമ്മയെ വഴി വെച്ച് കണ്ടപ്പം പറഞ്ഞു, ഈ ഫോൺ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. 1, ഫോൺ ഇങ്ങനെ അശ്രദ്ധയോടെ വിളിച്ചുകൊണ്ട് പോയാൽ വാഹനമൊക്കെ വരുന്നതാണ്, ശ്രദ്ധിക്കണം. 2, ഈ ഫോൺ എപ്പോഴും വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ചില റിലേഷനോ കാര്യങ്ങളോ ഉണ്ടാകാം. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിലും ഇല്ലേലും അവർ പാവപ്പെട്ടവരാണ്. നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. പഠിച്ച് ഏതാണ്ട് നല്ലൊരു പഠനമാണ്. പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സായി ഒരു ജോലി സമ്പാദിച്ചിട്ട് പ്രേമിക്കുകയോ എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ ചെയ്യാം. ഈ സമയത്ത് പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെ ഫോൺ വിളിച്ച് ജീവിതം നശിപ്പിക്കരുത്. ഇത് ഞാൻ പറഞ്ഞു. ഏതായാലും കൊള്ളാം. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു ഇപ്പോൾ ആ കുട്ടി ഫോണിൻ്റെ ഉപയോഗം ഏകദേശം പൂർണ്ണമായിട്ടും അതിപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഗുണം ഇപ്പോൾ എനിക്ക് അത് കേട്ടാലും കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറയുന്ന സാധാരണഗതി ആരും തള്ളിക്കളയാറില്ല.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകവും പുറവും ശിവനേ ഉള്ളൂ, ഒരു നന്മയെ ഞാൻ പറയാറുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു കുടുംബമാണ് രക്ഷപ്പെട്ടത്. ആ കുടുംബത്തിൻ്റെ അത്താണി ഒരു മോളേ ഉള്ളൂ, അത് രക്ഷപ്പെട്ടിട്ട് വേണം അവരും രക്ഷപ്പെടാൻ. ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പണ്ടൊരാൾ ഇതുപോലെ എന്നെ കൈരേഖ നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വെള്ളത്തിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നീന്താൻ പോവുമോ? എനിക്ക് കൈരേഖ അറിയത്തുള്ളൂ, ഇയാളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ നീന്താൻ പോയി വെള്ളത്തിൽ താന്നു പോയതാണ്, ഈ വള്ളി ഏതാണ്ട് ചുറ്റി. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ നീന്താൻ പോകണമെന്ന്? ഇല്ല. ഞാൻ പറഞ്ഞു, ഇനിയും മേലെ വെള്ളത്തിൽ ഇറങ്ങിയ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. ഇന്നും പുള്ളി സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ട്, പുള്ളിക്ക് കുടുംബമുണ്ട്, മിടുക്കനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ കാര്യം പുള്ളി ഇന്നും പാലിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ ചിലത് ചെയ്താൽ ചിലപ്പോൾ അതിലൊരു ആപത്ത് കാണും. അപ്പോൾ ഇനി വെള്ളത്തിലുള്ള ആ കുളി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെക്കൊണ്ട് ഒരു നേരം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഇനി ഞാൻ ഇന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ അവർ ഈ തുളസിമാലയും പിടിച്ചുകൊണ്ട് അമ്പലത്തിൽ രസീത് എഴുതുന്ന പുള്ളിയോട് ഇവരുടെ സങ്കടങ്ങൾ മുഴുവൻ പറയുക. ഞാൻ ഒരു അരമണിക്കൂറോളം ഇവർ സങ്കടങ്ങൾ മുഴുവൻ പറയുക. എന്നിട്ട് രസീത് എഴുതുന്ന ആളുടെ അടുക്കലായി സങ്കടം പറയുന്നു. നടയ്ക്ക് നേരെ വന്നിട്ട് അവിടെ ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ 2 മിനിറ്റ് പോലും ചിലവഴിച്ച് ഇത് വെച്ചിട്ട് അങ്ങ് പോവുക. അപ്പം ഇവർ അമ്പലത്തിൽ വരുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ട്? അവരുടെ വീട്ടിൽ എന്നും കലഹവും ബഹളമാണ്. ഇതാ കാര്യം. ഈ സങ്കടം പറയേണ്ടടുത്ത് സങ്കടം പറയണം. അത് ഈശ്വരനോട് പറഞ്ഞാൽ ഇവരുടെ ജീവിതം മാറും. രസീത് എഴുതുന്നിടത്ത പുള്ളിയോടാണ് ഈ സങ്കടം മുഴുവൻ പറയുന്നത്. ആ പുള്ളിക്ക് വല്ലതും ചെയ്യാൻ പറ്റും. അവരെപ്പോഴെങ്കിലും എൻ്റെ മുന്നിൽ വന്ന് ചാടും, അവരെ ഒന്ന് പിടികൂടാതിരിക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ ഈ പോരായ്മ പറഞ്ഞു കൊടുക്കും. കേൾക്കട്ടെ, അല്ലെ കേൾക്കണ്ട. കേട്ടാൽ അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ തലതിരിച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ക്ഷേത്രത്തിലെ ആ ദേവൻ്റെ അവിടെ വേണേൽ കുറച്ച് നല്ലതായിട്ട് പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കും. രസീത് എഴുതുന്നതോടെ നാട്ടിലെ അവരുടെ വീട്ടിലെ ദുഃഖം മുഴുവൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സമയം അവിടെ വേസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. എന്നാൽ അറിയുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ പറയും. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാന്നുള്ളത് തള്ളിക്കളയാം. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ മനസ്സിലാക്കിയവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ്. ഒരിക്കൽ ഞാൻ കൈരേഖ കിടക്കുന്നതിനെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ വണ്ടി ഇരുന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു. അയാളെ എനിക്ക് വേറൊന്നും അറിയത്തില്ല, കൈരേഖയുടെ ഗ്രഹനില എൻ്റെ കയ്യിലുള്ളൂ. നിങ്ങൾ വണ്ടി ഇരുന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. മേലാൽ ഇനി അങ്ങനെ ഉറങ്ങിയേക്കരുതെന്ന് പറഞ്ഞു. ഉറക്കം വരുമ്പോൾ മുഖം കഴുകിയേക്കണം. കാരണം അയാൾക്കൊരു അപകടത്തിൻ്റെ സാധ്യത നിർബന്ധമൊന്നുമില്ല, ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് പറഞ്ഞാൽ ഇന്നും അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, മിടുക്കനായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേണ്ടത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ആരോടാണെങ്കിലും പറയും. ഞാൻ പറയുന്നത് ഒരു വ്യക്തി ഒഴിവാക്കാറുമില്ല. അത് മനസ്സിലാക്കുന്നവർക്ക് ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. നല്ലതേ പറയത്തുള്ളൂ. അത് ഭഗവാനെ ശിവനെ വിചാരിച്ച് പറയുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പറ്റുന്നവർ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ശിവഭഗവാന് ശിവക്ഷേത്രത്തിൽ രാവിലെ ഒരു പാൽപ്പായസം, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാർവതീദേവിക്ക് ഒരു പിൻവിളക്ക്, എന്നുവെച്ചാൽ പിൻവിളക്കിന് രസീത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ശിവഭഗവാന് പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാർവതീദേവിക്ക് ഒരു പിൻവിളക്ക്, ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത് മാസത്തിൽ 1 വീതം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മാസത്തിൽ 1 വീതം ആവർത്തിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഭഗവാൻ ഒരു അനുഗ്രഹം തരുമ്പം നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്താൽ മതി. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഭഗവാന് ചെയ്ത് ഭഗവാന് നന്ദിയും കൂടെ പറയണം. അപ്പോൾ അതാണ് ഏറ്റവും ഐശ്വര്യം ഉണ്ടാകുന്നത്. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവ ശിവ.